ഉമാ തോമസ് എംഎൽഎയുടെ അപകടത്തിനിടയാക്കിയ കലൂരിലെ വേദി നിർമ്മിച്ചതിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ. സ്റ്റേജ് നിർമ്മിച്ച ബെന്നിയെയാണ് പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പായ ഓസ്കറിന്റെ മാനേജർ കൃഷ്ണകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇവന്റ് മാനേജ്മെന്റ് ഉടമ ജനീഷ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. സംഘാടകർ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. ആ കേസിൻ്റെ അന്വേഷണം ആക്റ്റീവായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇതിനകത്ത് സംഘാടകർ മറ്റ് കൺസ്ട്രക്ഷൻകാർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാം ഉണ്ട്, മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അവർ എടുക്കേണ്ട ക്ലിയറൻസുകൾ എന്തെല്ലാം ഉണ്ട്, അപ്പോൾ അതിനകത്ത് എത്രത്തോളം അവർ എടുത്തു എന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വരുന്നുണ്ട്. ഗ്രൗണ്ട് GCDAയുടെ ഗ്രൗണ്ടാണ്. അപ്പോൾ GCDA ഗ്രൗണ്ട് ഇവർക്ക് ഏൽപ്പിച്ചതോടെ കൂടി 24 ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള ഒരു എഗ്രിമെന്റിലോട് കൂടിയാണ് അവർക്ക് ഏൽപ്പിച്ചത്. ശ്യാംകുമാർ തുടരുന്നുണ്ട്. ശ്യാം, എന്തൊക്കെ തരത്തിലുള്ള വീഴ്ചകളാണ് ഈ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്? ശ്രീലക്ഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് വിവിധ വകുപ്പുകളിൽ നിന്ന് നേടേണ്ട അനുമതികൾ ഇവർ നേടിയിരുന്നു എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്നതും അന്വേഷണ വിധേയമാണ് എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. കേസുമായി ബന്ധപ്പെട്ട നിലവിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു. രണ്ടാമത്തെ ആൾ സ്റ്റേജ് നിർമ്മിച്ചയാളാണ്. അയാളെയും അല്പസമയം മുമ്പാണ് പാലാരിവട്ടം പോലീസ് മുളന്തുരുത്തിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ നിലവിൽ പാലാരിവട്ടം സ്റ്റേഷനിൽ അയാളെയും ചോദ്യം ചെയ്തു വരികയാണ്. സ്റ്റേഷൻ ജാമ്യം നൽകി അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ കൂടി പങ്ക് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നടി ദിവ്യ ഉണ്ണി അടക്കമുള്ളവർക്ക് സംഘാടകരുമായി ബന്ധമുണ്ടോ, ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നത് അനുസരിച്ച് അവരെയും ചോദ്യം ചെയ്യലിന് ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി ശ്യാം, ഉമാ തോമസ് എംഎൽഎയുടെ അപകടത്തിനിടയാക്കിയ കലൂരിലെ വേദി നിർമ്മിച്ചതിലാണിപ്പോൾ ഒരാൾ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നത്.